അല്ല നീ എന്തോന്നാ പറയാനുണ്ടെന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്? നീ ഇപ്പൊ ഒന്നും മിണ്ടാതിരുന്നാലെങ്ങനെ? അല്ല അത് ഒന്നുമില്ല. അയ്യേ എടാ, നീ എന്തോ കാര്യം പറയണ്ടെന്ന് പറഞ്ഞു വന്നിപ്പോ ഒന്നുമില്ലെന്നായ പറയാമാവ, എന്തായാലും പറ. എന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. അത് വേണ്ട ചേച്ചി, ഞാൻ വെറുതെ എന്റെ വിഷമങ്ങൾ പറഞ്ഞു, ചേച്ചിക്കും കൂടി അത് വിഷമായിട്ട്. എന്തായാലും നീ വിഷമിക്കുന്നില്ല, പിന്നെ ഞങ്ങളും കൂടെ അങ്ങ് വിഷമിക്കാൻ. നീ കാര്യം പറ. പേടിയായതുകൊണ്ടാ. ഒരു 5-6 ദിവസമായിട്ടേ കയ്യും കാലൊക്കെ ഭയങ്കര വേദന, ഒരു മരവിപ്പ്. രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ തൊണ്ട ഇങ്ങനെ വരലാൻ തുടങ്ങും. അപ്പൊ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി നീക്കണം എന്ന് കരുതും, പക്ഷെ ശരീരം ഇളക്കാൻ വയ്യ. എനിക്കും അങ്ങനെ തന്നെടാ, ഇതേപോലെ തന്നെ എനിക്കും. വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോ അങ്ങനെയൊക്കെ വരും. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു ആയുർവേദ ഡോക്ടർ പോയി കാണാം, ഞാനും വരാം. അതല്ലേ? അതൊന്നും ശരിയാ, ഡോക്ടറൊക്കെ എത്ര കണ്ടത്. അല്ല, ഇത് തലയിലെ എണ്ണയുടെ കുഴപ്പമാണ്, നല്ല തണുപ്പുള്ള എണ്ണ. ഇത് അതൊന്നും അല്ല. നീ ഒരു കാര്യം ചെയ്യേ, അവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട, നീ ഇവിടെ വന്നില്ല, ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ, ഞങ്ങളെല്ലാം കൂടെ. അല്ല അത് ശരിയാവില്ല. അതൊക്കെ ഇപ്പൊ ഒരു തുടക്കത്തിൽ ഇപ്പൊ അമ്മാവനോടുള്ള സ്നേഹം കൊണ്ട് വന്ന് താമസിക്കാനൊക്കെ പറയും. ആ പുതുമയിലെ അമ്മാവൻ എന്നാ ചായ വേണോ, ചോറ് വേണോ, കുളിക്കാൻ വെള്ളം വേണോ എന്നൊക്കെ പറയും. പിന്നെ അവനവന്റെ കാര്യമൊക്കെ വരുമ്പോ ഒരു 8-10 ദിവസമൊക്കെ കഴിയുമ്പോ അങ്ങോട്ട് മടുക്കും. അതൊക്കെ എല്ലാ വീട്ടിലുള്ളതാണ്, അതൊന്നും വേണ്ട. നീ അമ്മാവനായിട്ട് നിന്നാ മതി, അവര് അമ്മാവനായിട്ട് തന്നെ നിന്നെ കാണും. അല്ല, സ്നേഹമൊക്കെ ഉണ്ട് അറിയാം, പക്ഷെ എന്നാലും ഇപ്പോഴാണ് സ്വന്തമായിട്ടൊരു ഭാര്യയും കുട്ടികളൊക്കെ ഇല്ലാത്തതിന്റെ വിഷമം മനസ്സിലാവണം. കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അല്ല, ഞാനും അങ്ങനെയാണ് കരുതിയത്. പക്ഷെ നമ്മുടെ കരിമ്പ് ഗോപാലൻ പറഞ്ഞു, പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, ചേട്ടന് വേണമെങ്കിൽ ഇപ്പോഴും കല്യാണം കഴിക്കാം. ആ ബ്രോക്കറല്ലേ, അവൻ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്, നിന്നെ കൊണ്ട് കുഴി കഴിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അല്ല, ഞാനും അങ്ങനെയാണ് കരുതിയത്. അവൻ നമ്മുടെ കൂട്ടുകാരനാണല്ലോ, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അവൻ പറഞ്ഞ് കാശൊന്നും വേണ്ട, കല്യാണം ശരിയായിട്ട് നീ സന്തോഷത്തിന് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരു ജീവിതം വേണല്ലോ, അങ്ങനെ എന്നോട് പറഞ്ഞു. അമ്മ വെറുതെ അറിഞ്ഞുകൊണ്ട് കുഴി ചെന്ന് ചാടണ്ട. ഇതെന്താ അറിയോ, ഇതിപ്പോ അവര് ഒന്ന് കാണിച്ചു തരും, പിന്നെ വേറൊന്ന് കാണിച്ചു തരും, അത് കഴിഞ്ഞ് വേറൊന്ന് കാണിച്ചു തരും, ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കും, പൈസ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കും. ഇതാ പരിപാടി. അല്ല കനകത, അതല്ല, എന്നോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ആ കുട്ടീനെ കണ്ട് നല്ല തറവാട്ടുകാരാണ്, എനിക്ക് ചേരുന്നൊക്കെ പറഞ്ഞ് അവൻ നിർബന്ധിച്ചപ്പോ തമാശക്ക്, അല്ല എനിക്ക് വേണ്ട, അല്ല അവനും നിർബന്ധിക്കും. വേണ്ടെന്ന് പറഞ്ഞാ അമ്മാവന് വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മാവന് വേണമെന്നെ. അല്ല, ഇനിയിപ്പൊ അവനൊരു കൂട്ടുകാരനാണല്ലോ, കുറെ നിർബന്ധിച്ച സ്ഥിതിക്ക് ഇനി അവന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ ഒന്ന്. വേണ്ടാത്ത പാവത്തിലൊന്നും ഞാൻ എടുത്ത് ചാടരുതേ. ഈ പ്രായത്തിലുള്ള നീ എന്തിനാടാ കുട്ടിയെ കിട്ടുന്നത്? കുട്ടി എന്ന് പറഞ്ഞാ കരിമ്പ് ഗോപാലൻ പറഞ്ഞതൊരു 30 വയസ്സൊക്കെ ഉണ്ട്. അമ്മാവ സ്വന്തം മോളെ പോലെ കാണണം. അല്ല, അതും എന്തെങ്കിലൊക്കെ പാവങ്ങളാണെങ്കിൽ നമുക്ക് സഹായിക്കാം. എന്ത് മംഗല, എന്തോ ശങ്കരമംഗലോ, എന്തോ ശങ്കരമംഗലം. ശങ്കരമംഗലത്ത് ഏത് വീട്? അത് കരിമ്പ് ഗോപാലിനെ അറിയാം, ഒരു പാവപ്പെട്ട വീട്ടുകാരാണ്, എന്നാ നല്ല പേര് കേട്ട തറവാട്ടുകാരാണ്. ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്ത പുണ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അമ്മാവനെ നോക്കാനാണെങ്കിൽ ഞങ്ങൾ വന്ന് നിക്കാം, അതല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്താം അല്ലേ അമ്മേ? ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ അത് കാശിന് വേണ്ടിയിട്ടില്ലേ. ഇത് കരിമ്പ് ഗോപാലൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ, നമ്മള് കല്യാണം കഴിച്ചാൽ നമ്മുടെ ഭാര്യ ആവുമല്ലോ. അപ്പൊ അല്ല, അവനെ നിർബന്ധത്തിന് നമ്മളൊന്ന് പോയി നോക്കിയാൽ മതി. കല്യാണം ഇപ്പൊ ഈ പ്രായത്തില് കഴിക്കണം എന്നൊന്നുമില്ല അല്ലേ ചേച്ചിയെ? ഞാൻ എന്ത് പറയാനമ്മേ? എനിക്കിതിന് വലിയ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ ഈ പ്രായത്തില് കല്യാണം ഒന്നും വേണ്ട. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ചേച്ചിയോടാണ് പറയാ. ചേച്ചി നിർബന്ധിച്ച ഞാൻ വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേടി, അമ്മാവൻ തന്നെയാണ്. അമ്മാവ സ്കൂട്ടർ കൊടുക്കുന്ന കാര്യമൊക്കെ എന്തായി? അത് വണ്ടി കൊടുക്കണോടാ, അത് കൊടുത്തിട്ട് ഒരു കാർ എടുക്കണം. രണ്ടുപേരാകുമ്പോഴേ ആ വണ്ടിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഈ സ്കൂട്ടർ കൊടുക്കണ കാശിന് കാർ മേടിക്കാൻ പറ്റില്ല, പിന്നെ ഒരു 10,000 രൂപ അധികം വേണ്ടി വരും. 5 പോലെ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ ആയിക്കോട്ടെ, മോഡൽ കൂടിയ ഒരു വണ്ടി തന്നെ ആയിക്കോട്ടെ അല്ലേ? അതെ അതെ, ഇനിയിപ്പോ കാറൊക്കെ നല്ലേ, കാരണം സ്കൂട്ടറിലൊക്കെ ഇപ്പൊ 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? അത് അമ്മാവന്റെ സ്കൂട്ടറില് അമ്മയും കൂടി വരില്ലേ? അമ്മാവന്റെ ഭാര്യ അമ്മാവൻ കല്യാണം കഴിക്കാൻ പോവാണ്. കനകതെ അമ്മാവനല്ല കളിയാക്കേണ്ടത്. ആള് തരം നോക്കി വർത്താനം പറഞ്ഞാൽ
ശരിയാണോ? അല്ല ഈ കരിമ്പ് ഗോപാലൻ പറഞ്ഞിട്ടേ വെറുതെ ഒന്ന് കല്യാണം കഴിക്കാൻ പോണി വയസ്സങ്ങാത്ത അമ്മാവനോ? അല്ല എനിക്ക് വേണ്ടിട്ടില്ല, കരിമ്പ് ഗോപാലൻ പറഞ്ഞപ്പോ ഒരു തമാശക്ക്. ഈ കരിമ്പാര കരിമ്പ് ഒരു ബ്രോക്കർ, കല്യാണ ബ്രോക്കർ. ബ്രോക്കറാ? എന്റെ കൂട്ടുകാരനാ. ഓ, പുള്ളി നിർബന്ധിച്ചതാണ്. ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കണ്ടായിട്ട് വേഷം കെട്ട് കാണിക്കരുത് അമ്മാവൻ. അതിന് ഞാൻ കല്യാണം കഴിക്കണേന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? പിന്നെ ഇല്ല, അതിന് അമ്മാവൻ ആരെ ഈ വയസ്സങ്ങാലത്ത് പെണ്ണിനെ തരാൻ പോണേ? അതെ അമ്മാവ, ഞാനും കനകാളിയനും പറയണത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അമ്മാവനാ. കല്യാണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ സ്വതന്ത്രനായിട്ട് സ്വസ്ഥമായിട്ട് നടക്കണുണ്ടല്ലോ. വല്ല കാര്യമുണ്ടോ ഇതിന്റെയൊക്കെ? അമ്മാവ പെരുത്ത കുഴിയിലേക്കാണ് പോയി ചാടാൻ പോണത്. വേണ്ട, കല്യാണം കഴിച്ചവരൊക്കെ അങ്ങനെ തന്നെ പറയാ. അത് വേണ്ട. അതിന് അമ്മാവൻ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടു. ഈ കരിമ്പ് ഗോപാലിന്റെ ഫോണില് കാണിച്ചു തന്നു. അത് ഇഷ്ടപ്പെട്ടോ? എന്നാ ഞങ്ങളുടെ ഫോണിലേക്ക് കൂടി ഒന്ന് അയക്കാൻ പറ, ഞങ്ങളൊന്ന് കാണണ്ടേ. അതൊക്കെ നിങ്ങൾ പറയണ്ട. ചേച്ചിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ നമ്പറിലേക്ക് ബ്രോക്കറോട് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ വന്നിട്ടുണ്ടാവും, നോക്കി നോക്കി. അമ്മായിയുടെ ഫോട്ടോ ഉണ്ടായില്ലേ, നോക്ക്. അമ്മായി അല്ല, അമ്മായി ആവണ. അപ്പൊ അമ്മാവ് ഇത് ചുമ്മാ കണ്ടാ മതിയോ? കാര്യങ്ങളൊക്കെ ചേരണ്ടേ അമ്മാവ? ജാതകം നോക്കിയപ്പോ ചേരുമെന്ന് പറഞ്ഞു. ഞാനല്ല, കരിമ്പ് ഗോപാലൻ എന്റെ ജാതകം കൊണ്ട് നോക്കിയപ്പോ ചേരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞു. കഴിഞ്ഞ് അമ്മ അറിയാതെ ജാതകമൊക്കെ നോക്കിയമ്മേ? ജാതകമൊക്കെ നോക്കിയല്ലേ? നോക്കി. പിന്നെ പെണ്ണിന്റെ ബയോഡാറ്റ ഉണ്ട് എന്റെ. ചെറിയ ഏതോ കൊച്ചാന്ന് എനിക്ക് തോന്നണു നാത്തൂനെ. 32 വയസ്സ്. നിങ്ങളുടെ പ്രായം പറഞ്ഞോ അതിനോട്? എത്ര വയസ്സാ പറഞ്ഞേക്കണേ? കണ്ടാ തോന്നില്ല എന്ന് പറഞ്ഞു. അല്ല നാത്തൂനെ, നമുക്ക് ആ പെണ്ണിനൊന്ന് കാണട്ടെ. ഇത് പിടിച്ചേട്ടാ, ഞാൻ എടുത്തോണ്ട് വരട്ടെ. അമ്മാവ 32 വയസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളായിട്ട് കാണണം. എന്നെ കണ്ടാ നല്ല ചേർച്ച. എനിക്ക് പ്രായം. അല്ല, അമ്മാവെ കണ്ട അത്ര 40 വയസ്സല്ലേ തോന്നുന്നു. അതെ, മാക്സിമം പോയി 40 വയസ്സൊക്കെ തന്നെ തോന്നുന്നു. അല്ലളിയാ, ഞാൻ ആലോചിക്കായിരുന്നു ഈ കരിമ്പ് ഗോപാലൻ ഒന്നുകൂടെ നല്ലപോലെ നിർബന്ധിച്ചെങ്കിൽ അമ്മാവൻ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ. അത് ഞാനില്ല, ഞാൻ പോയി കണ്ടിട്ട് എന്ന് പറഞ്ഞ് ഞാൻ മറ്റന്നാ വന്നോ? എവിടെ നോട്ടെ? ഇതാ എവിടെ? ചെറിയൊരു പെണ്ണ്. ഇത് ഫോട്ടോ മറ്റേ ഇതിലൊക്കെ കേട്ടിട്ട് അതിനകത്ത് കയറ്റി മിനുക്കിയിരിക്കണതാണ്. അമ്മാവ ഇത് നിങ്ങൾക്ക് ചേരില്ല, ചെറിയ പെണ്ണാന്നേ. എന്റെ തങ്കം, അതിനെ കല്യാണം കഴിക്കാനല്ലല്ലോ ഞാൻ പോയി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞ പോരെ. കരിമ്പ് ഗോപാലിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് പോയി കാണാന്ന് മാത്രം. ഇഷ്ടമല്ലാന്ന് പറയാൻ വേണ്ടിട്ട് പോയി കാണണം. അത് ഇപ്പഴും അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാ പോരെ ഇഷ്ടപ്പെട്ടില്ല ഫോട്ടോ കണ്ടൂന്ന്. അതല്ല, നേരിട്ട് കണ്ട ഇഷ്ടപ്പെടും അവൻ പറഞ്ഞു. അപ്പൊ അത് വേണ്ടാന്ന് പറയാൻ പോവാലോ. നിനക്കിപ്പോ ഇഷ്ടമാണ് അല്ലേ? കരിമ്പ് ഗോപാലിന് അപ്പൊ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അതെ അല്ലേ? മറ്റന്നാ ഞങ്ങള് പെണ്ണ് കാണാൻ പോവാൻ തീരുമാനിച്ചു. കരിമ്പ് ഗോപാലന്റെ തീരുമാനം അങ്ങനെ നിക്കട്ടെ, നിന്റെ തീരുമാനം എന്തോന്നാ? മറ്റന്നാ പെണ്ണ് കാണാൻ പോവാൻ. നീ അങ്ങനെ അങ്ങ് പോകുന്നില്ല. അത് തന്നെ. അല്ലേ എടാ, നിനക്ക് ആൾക്കാരുണ്ടെന്ന് അവരറിയണം. ഈ കുടുംബത്തിൽ ആമ്പിള്ളാരുണ്ട്. ഈ തടിമാടന്മാരെയും കൊണ്ട് അങ്ങോട്ട് പോയാ മതി. എന്തെന്നമ്മേ? അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അമ്മേ? പിന്നെ വെറുതെ അല്ല. ഇല്ലമ്മ, ഇതിപ്പോ അമ്മാവ് ഒരു നേരം പോക്ക് എന്തോ പറഞ്ഞു ഇവിടെ നമ്മളും കൂടെ അതിന്റെ കൂടെ നിന്ന് നമ്മളിതൊരു തമാശയായിട്ടൊക്കെ എടുത്താ പോരെ? അത്രേ ഉള്ളൂ. തമാശക്ക് പറയുന്ന അമ്മേ. അമ്മേ, അമ്മാവ 10 കൊല്ലം കഴിഞ്ഞ തക്കിളിമോളെ കെട്ടിക്കാറാവും. അതിന്റെ ഇടയ്ക്കാണ് അമ്മാവൻ കല്യാണം കഴിക്കാൻ പോണേ. ഇപ്പൊ 10 കൊല്ലല്ലേ, അപ്പോഴേക്കും ആൾക്കാരൊക്കെ മറക്കും. എന്നാലും ഇത് എന്തൊരു വിധിയാണ് നോക്കി. ഇതിന് കനക, നിങ്ങൾക്കൊന്നും ഒരു പൈസയും ചെലവില്ല. എല്ലാ പൈസയും ഞാൻ എടുക്കാം. പൈസയുടെ പ്രശ്നമല്ലല്ലോ അമ്മാവ. ഈ ഒരു കാറ്, നല്ല കാറ് വാടകയ്ക്ക് വിളിക്ക്. മറ്റന്നാ ഞാൻ അയാളോട് വരാൻ പറയാം. എനിക്ക് വേണ്ടിട്ടല്ല, ബ്രോക്കർ നിർബന്ധിച്ചോണ്ട് തമാശ. മിണ്ടാതിരുന്നോട്ടെ അമ്മാവ, എനിക്ക് ദേഷ്യം വന്നിട്ട്. അമ്മ എന്തായാലും ഇതൊക്കെ വയസ്സായിരിക്കുന്ന ആൾക്കാർ ആഗ്രഹങ്ങളല്ലേ, നമ്മളതിന് തടസ്സം നിൽക്കണ്ട. അളിയാ
നമുക്ക് എന്തായാലും ഒന്ന് അത് തീരുമാനിക്കടാ ഇനിയിപ്പോ എന്തോ ഇല്ലമ്മേ? ചെയ്യാം. ആ പോയി കാണട്ടെ. അതെ, ഒന്ന് പോവാളെ. എന്തായാലും അമ്മാവ ഇത്രയും ആഗ്രഹിച്ച് അമ്മാന്റെ മനസ്സ് മുഖം കല്യാണം കാണണം. പിന്നല്ലേ അതെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. അത് വേണ്ടെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയാലോ. അല്ല വേറെ കാര്യമുണ്ട്, അമ്മാവൻ ഏതായാലും ചെല്ലട്ടെ, പെണ്ണിനും കൂടി ഇഷ്ടപ്പെടണമല്ലോ. നിങ്ങളും കൂടെ സംഗതി കിടപ്പുണ്ട് അമ്മാവാ. എടി ജമന്തി, എന്നാലും അമ്മാവൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് മുതിരെന്ന് ഞാൻ സത്യം പറഞ്ഞ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അല്ല ഏട്ടാ, ഞാൻ ഓർക്കണ എന്തറിയോ, നാണാവില്ലേ? അയ്യേ, ഈ പ്രായത്തിൽ പെണ്ണ് കാണാൻ പോണെന്ന് കഷ്ടം. ഇതിലിപ്പോ നാണത്തിന്റെ വിഷയമൊന്നുമില്ല. ഇതെന്താ പാന സാധ്യത എന്നറിയാമോ? ആ ബ്രോക്കർ പറഞ്ഞ് പറ്റിച്ചു കാണും. പെണ്ണ് വലിയ പൈസയൊക്കെ ഉള്ള വീട്ടിലെ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവനാച്ചാ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴുമല്ലോ. അതവനെ സാധ്യതയുള്ളൂ. പക്ഷെ ഞാൻ ഓർക്കണ എന്താന്നറിയാമോ, നമ്മുടെ അമ്മയ്ക്ക് ഇത് എന്ത് പട്ടാന്നേ. അമ്മ സമ്മതിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല. അമ്മ സമ്മതിക്കാൻ കാരണമുണ്ട്. കാരണം അമ്മാവന്റെ കല്യാണം മുടങ്ങിയത് അച്ഛൻ കാരനാണെന്ന് അമ്മാവൻ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ പറയും. ഇനി മുതൽ ആ വിഷയം വേണ്ടല്ലോ എന്ന് വിചാരിച്ച അമ്മ ചിലപ്പോൾ തട്ടിയതായിരിക്കാനാ സാധ്യത. പക്ഷെ എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി ഏട്ടാ, പറയാതെ പറ്റൂല. ഇതിപ്പോ എങ്ങനെയെങ്കിലും ഇതൊന്നും മുടക്കണ്ടേ? അത് മുടക്കണം. ഏ വേറെ സംഭവം ഉണ്ട് ഏട്ടാ, നമ്മക്കിപ്പം ഇവിടെ കൊണ്ടുവന്ന തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ ഉണ്ടല്ലോ, കണ്ടോടത്ത് കിടന്ന ഒരു പെണ്ണ് വന്ന് അങ്ങോട്ട് തിന്നും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരിയാ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ വക സാധനങ്ങൾ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല സ്വത്തുനിന്ന് 5 പൈസ അമ്മാവൻ്റെ അടുത്ത് കിട്ടൂല. ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ സമ്മതിക്കരുത് ഏട്ടാ. അതിനെന്താ മാർഗം? അതിനെന്താ മാർഗം? എന്താ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. ഇനി എങ്ങാനും അമ്മാവൻ്റെ ഭാഗത്ത് കിടന്നുവന്നിരിക്കട്ടെ, അമ്മായിക്ക് മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ അമ്മാവിനെയും അമ്മായിയും നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വരും. ഉറപ്പ് ഉറപ്പ്. ശരിയാ, ഈ അമ്മാവന്റെ കല്യാണം കൊണ്ട് സൗര്യക്കേട് മൊത്തം നമുക്കായിരിക്കുമല്ലോ. ഞാനൊരു കാര്യം ചെയ്താലോ? ക്ലീറ്റസ് ആയിട്ട് സംസാരിച്ചാലോ? ബെസ്റ്റ്. എന്റെ പൊന്നേട്ടാ, ബുദ്ധിയുള്ള വല്ലവരോടും പോയി സംസാരിക്കും. എന്തറിയോ, ഈ വക കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ നല്ലതവനാ. അവന്റെ തല്ലിൽ എന്തെങ്കിലും കുരുട്ട് ബുദ്ധി ഒതുക്കും. പിന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. കാരണം എന്താ അറിയോ, സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ ചാടി വീഴും. വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പൈസ എന്ന് പറഞ്ഞാൽ പിന്നെ നാത്തൂനും അങ്ങ് ചത്തോളും, എന്തെങ്കിലും ആയിട്ട് കണ്ടുപിടിച്ചോളും. എന്താ പിന്നെ അവരോട് പറയാല്ലേ? അതന്നെയല്ലേ. എന്നാൽ ഈ അമ്മാവന്റെ ചെയ്ത്ത് ഒരുമാതിരി ചെയ്ത്തായി പോയി. ഇത് വെറും ചെയ്തല്ല, ഒരു മരുമക്കളെടുത്തും ഒരു അമ്മാവന്മാരും ചെയ്യാത്ത ചെയ്ത് അയാൾ ചെയ്തേക്കണേ. ഈ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന മനുഷ്യൻ കല്യാണം കഴിച്ചാ നമ്മള് മനുഷ്യന്റെ വെട്ടത്തെ എങ്ങനെ നോക്കും ക്ലീറ്റോ? ഓ, അതാണ് നിന്റെ പ്രശ്നം. ഞാൻ നമ്മുടെ തക്ലിമോളേനെ എങ്ങനെ കെട്ടിക്കുമെന്ന് ആലോചിക്കണേ. തക്ലിമോളുടെ കല്യാണം അമ്മാവന്റെ കല്യാണം തമ്മിൽ എന്താ ബന്ധം? എടീ, അമ്മാവൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ അമ്മാവൻ്റെ സ്വത്തിൻ്റെ ഏതാണ്ട് അവകാശമല്ല ആ പെൺപിള്ളേക്ക് പോകും. ആണോ? ആ, പിന്നെ എങ്ങാനും ഒരു കുട്ടിയും കൂടെ ജനിച്ചാൽ നമ്മൾ തക്ലിമോള് വഴിയാതാരാവേ ഉള്ളു. കർത്താവേ. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, അങ്ങനെ ഉണ്ട്. പക്ഷേ നടക്കൂല. ഓ, എന്താ എന്റെ ക്ലീറ്റോ, ഈ അമ്മാവൻ ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടാനാ? മുടി നരച്ച് പല്ലു ഉന്തി വയറും ചാടി ആർക്കും ഇഷ്ടപ്പെടാൻ പോകും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ അങ്ങനെയുള്ള വൃത്തിയുടെ കിളവന്മാരെയൊക്കെ ഇഷ്ടം. പിന്നെ അമ്മാവനൊന്ന് ഒരുങ്ങിയൊക്കെ വന്നാൽ നിന്റെ ആങ്ങളെക്കാളും ഒക്കെ മിടുക്കനായിരിക്കും. അയ്യോ, അപ്പൊ കല്യാണം നടക്കുവോ? കല്യാണം നടക്കുകയും ചെയ്യും, നമ്മളെല്ലാം പെരുവഴിയിലാവുകയും ചെയ്യും. അപ്പിന് എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്താ ചെയ്യണം? കല്യാണം മുടക്കണം. അതെങ്ങനെ മുടക്കൂന്നാ ഞാനീ ചോദിക്കണേ. അതിനെന്തെങ്കിലും വഴി കണ്ടെത്തണം. പാറ ക്ലീറ്റ്, അല്ലെങ്കിൽ എല്ലാ നേരം കുഞ്ഞിട്ട് കുത്തി തന്നെ കാണാമല്ലോ. അതെ, കല്യാണത്തിന്റെ തലേ ദിവസം അമ്മാവന് സ്കൂട്ടറിൽ നിന്ന് നമുക്ക് തള്ളിയിട്ടാലോ? ഈ ശാപം കിട്ടണ വർത്താനം മാത്രമേ ഉള്ളൂ നിങ്ങക്ക്? ഇനി ശാപം കിട്ടിയാലേ നല്ലൊരു സ്വത്തും മുതലും ഒക്കെ ഇനി വരും. അങ്ങനെ കിട്ടണ്ട, കല്യാണം മുടക്കാൻ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി അവനും കൂടെ നമ്മളോടൊപ്പം നിൽക്കണം. ഇപ്പൊ നിൽക്കും, അങ്ങോട്ട് ചെന്നാ മതി. അവനെ വെറുപ്പിച്ചിട്ടേക്കല്ലേ. ഓ, അപ്പൊ അതിന് ഞാനാ കുറ്റക്കാരൻ. പിന്നല്ലേ. ശരി, സ്വത്ത് വേണമെങ്കിൽ മതി. നീ പോയി പറ. നിങ്ങൾ പോയി പറ. നീ പോയി പറയടി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ക്ലീറ്റു ചെന്ന് പറയാൻ. ഇച്ചിരി നാണം കിട്ടാലും കുഴപ്പമില്ല. സ്വത്ത് പറഞ്ഞ കാര്യത്തിനല്ല, ഞാൻ തന്നെ പോയി പറഞ്ഞോളാം. ഞാൻ സമ്മതിച്ചാൽ മതി. എനിക്ക് ടെൻഷനാണ്. സ്വത്ത് നമുക്ക് തരാന്ന് അമ്മാവൻ നേരത്തെ പറഞ്ഞേക്കണല്ലേ. ആ ഭരണ തള്ളയുണ്ടല്ലോ, ആ മൂരാച്ചി, അവരിനി എങ്ങനെയാണെന്ന് കണ്ടറിയാം. അവളോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്തെങ്കിലും അലമ്പിന് വന്നാൽ നീ മിണ്ടല്ലേ സമാധാനമായിട്ട് മാറി നിൽക്കുന്നു.
എന്ത് ചെയ്താൽ പറഞ്ഞനുസരിക്കൂലെന്നേ. അവര് പറയണതിലും 2 കൂട്ടി ഇവള് പറയും. പിന്നെ എപ്പോഴെങ്കിലും തലക്ക് വെളിവുണ്ടാവോ? അതിന്റെ ഉമ്മാക്കൊന്നും ഉണ്ടായിരുന്നു ഇവിടെ. അത് മിണ്ടാതിരിക്കൂലെന്ന്. അവര് പഴയ ആളുകളല്ലേ, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇവളോട് പലവട്ടം സമാധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തേലും വഴക്കുണ്ടായി ഞാൻ ഉമ്മയുടെ കൂടെ നിൽക്കണ പോലെ കാണിക്കും. അത് നമ്പറാണ്, നീ ഞങ്ങൾ സഹിക്കുക. അവര് ഇനി അധികം കാലമൊന്നുമില്ലല്ലോ കനക, നമ്മളൊന്ന് സന്തോഷിപ്പിക്കണ്ടേ? ഈ വാപ്പ മരിച്ചു പോയിട്ടുമൊക്കെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അതിന്റെ ഒരു സ്നേഹമാണ്. ഇത് പറഞ്ഞ ഇവൾക്ക് ഒട്ടും മനസ്സിലാവൂലെന്ന്. കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിപ്പോണേന്ന്. എന്തൊരു സന്തോഷമായിരുന്നു അറിയാം എനിക്കൊരു 10-26 വയസ്സ് വരെ. കൂട്ടുകാരായിട്ട് കൂടാ, സിനിമക്ക് പോകാ, പാട്ട് പാടാ, എപ്പോൾ വന്നി എപ്പോൾ പോകണമെന്ന് ഒരാളോടും പറയണ്ട. ഇതിങ്ങാട് കഴിഞ്ഞ പിന്നെ എൻ്റെ കനക 6 മണിയാകുമ്പോൾ വിളിക്കും, എവിടെ എത്തി, അങ്ങാട് പോയാ ഇങ്ങാട് പോയാ. നമ്മൾ ഈ പോസ്റ്റിലും ഒക്കെ കയറി നെഞ്ചു വരെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവള് പറയുവേ ഇക്കാക്ക് റൊമാൻസ് പോരെന്ന്. ഞാൻ ഈ വെയിലും കൊണ്ടുപോയിട്ട് എന്ത് റൊമാൻസ് കാണിക്കാനാണ്? ഇവള് ടിവിയും കണ്ടിരുന്ന സീരിയലും സിനിമയൊക്കെ അല്ലേ കാണണ. അതിൽ ഈ ചോക്ലേറ്റ് പിള്ളേർ കാണിക്കണ പോലെ നമ്മ കാണിക്കണമെന്നാണ് ഇവരുടെ മനസ്സിൽ. നമ്മളെ കൊണ്ട് പറ്റും. ഇവിടെ ഈ കണ്ണി കണ്ടവരുടെ വായിലിരിക്കണ കേൾക്കണം, ഏയുടെ തെറി കേൾക്കണം, വെയില് കൊള്ളണം. കല്യാണം ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഉണ്ടല്ല ഈ പരിപാടിക്കാൻ നിൽക്കൂല. അതെ, കല്യാണം കഴിക്കണ കൂട്ടം പറഞ്ഞപ്പോഴാ അമ്മാവൻ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് പരിപാടി? അമ്മാവന് കല്യാണം കഴിക്കാൻ തന്നെ. അതിന് അയാൾക്ക് ഇപ്പൊ 10-60 വയസ്സ് കഴിഞ്ഞില്ലേ? അതെ, പേര് സമയത്താ കല്യാണം കഴിക്കാൻ തോന്നുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അയാള് ചാകാനാണ് ട്ടാ. ഇതിപ്പോ എന്നെയും കൊണ്ടേ പോകുവരെല്ലാരും കൂടെ എന്നാ തോന്നുന്നത്. ഇനിയിപ്പോ അമ്മാവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അതും കൂടെ ഞാൻ നോക്കേണ്ടി വരും. അത് നോക്കേണ്ടി വരും. ഇച്ചിരി പ്രായം കുറഞ്ഞ പെണ്ണിനെ നോക്കിക്കോ. അപ്പോഴൊക്കെ അത് തയ്യാറായിട്ട് വരുമ്പോഴേക്കും ഇയാള് ചാകും. പിന്നെ നീ തന്നെ നോക്കേണ്ടി വരും അതിനാ. അല്ലേ, ഞാനും ക്ലീറ്റസ് ഒക്കെ കൂടെ കൂടിയിട്ട് ഇന്നലെ സംസാരിച്ചത് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൊ അവനും തീരെ താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. അതിനിപ്പോ എന്തിനാ അയാള് കല്യാണം കഴിക്കണത്? കല്യാണം കഴിക്കണ മൂപ്പർക്ക് കൈമുട്ട് വേദന, കാലുമുട്ട് വേദന, പിന്നെ കഴുത്തുളുക്ക്, പിന്നെ വയസ്സ് കാലമായി, തുള്ളി വെള്ളം എടുത്തു തരാൻ ആളില്ല. ഇതൊക്കെയാണ് പുള്ളി പറയുന്ന കാരണങ്ങൾ. എണീക്കാൻ പാടില്ലാത്ത ആളാണ് കല്യാണം കഴിക്കണം. എൻ്റെ കനക പൂർണ്ണ ആരോഗ്യം ഉണ്ടായിട്ട് ഇതിനെയൊന്നും മേയ്ക്കാൻ പറ്റില്ല. പിന്നെയാണ് പാടില്ലാതെ കിടക്കുന്ന ആള്. ഇയാളോട് വല്ല സർക്കാർ ആശുപത്രി പോയി കിടക്കാൻ പറയുന്നത്. അവിടെ നേഴ്സുമാരുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യോ, ഈ കേസ് എങ്ങനെയെങ്കിലും മുടക്കാനുള്ളൊരു സൂത്രം പറഞ്ഞു. കല്യാണം മുടക്കാൻ നമുക്ക് താല്പര്യമുള്ള കേസൊക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങോട്ട് ഒരു ഐഡിയ മഞ്ഞില്ല. എനിക്ക് പോസ്റ്റിലൊക്കെ കയറി നിൽക്കുമ്പോഴാണ് എന്തേലും കത്തണം. നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ഒപ്പിക്കാം. പോരെ? ഇത് എങ്ങനെയെങ്കിലും മുടക്കേ പറ്റൂ. മുടക്കണം. അയാളെങ്കിലും രക്ഷപ്പെടുത്തിയൊരു കൂലി നമുക്ക് കിട്ടുമല്ലോ. അതെ, ഇനി 1-2 പറഞ്ഞിരിക്കുന്ന നേരം വൈകും. വാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരും എന്താ വേണ്ടതെന്നുള്ളത് എത്രയും പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ചു. ഇല്ലെങ്കിൽ 5 പൈസ അമ്മാവൻ്റെ കയ്യിൽ നിന്നിട്ടില്ല. അങ്ങനെ വല്ല സംഭവിച്ചാൽ ഞാൻ ഇതിനകത്ത് ചാടിച്ചാവും. എന്നാ പിന്നെ ഇവിടെ രക്ഷപ്പെടും. ഒരു തമാശ പറയാനും സമ്മതിക്കരുത് കേട്ടോ. ഇതിപ്പോ ഏറ്റവും പെട്ടത് എന്താണെന്നറിയാമോ? ഈ അമ്മാവന്റെ കൂടെ നിൽക്കുന്നതാ. അതെന്തിനത്? എനിക്ക് മനസ്സിലാവില്ലാന്ന്. ഞാനൊരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അമ്മയോട് പോയി പറയാം. അപ്പൊ അമ്മ സമ്മതിക്കും. അയ്യോ, നമ്മളങ്ങ് ചെന്ന് പറഞ്ഞാ മതി. അളിയാ, സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ തക്കിളി മോൾ ഇത്രയും വളർന്നിട്ടും വളരെ കൂളായിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കണേ കുറച്ച് അമ്മാവൻ്റെ ഈ ഷെയറും ഈ സ്വത്തും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഈ കല്യാണം എങ്ങാനും നടന്നുവന്നിരിക്കട്ടെ, അമ്മാവൻ ഇതുവരെ കണ്ട ആളേ ആവില്ല. ആ പെണ്ണും പിള്ള എന്തേ പറഞ്ഞ് അതിനനുസരിച്ച് മാത്രമേ നടക്കൂ. ഇല്ലെങ്കിൽ നോക്കിക്കോ. ഇത് ഈ നേരത്തെ എന്താ ഇങ്ങനെ ഒരു തോന്നലെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നണത് ഇത് അമ്മാവൻ എന്തോ ചുറ്റിക്കളിയിലൂടെ ഇപ്പൊ തലയിലായും തോന്നണം. അതിനൊന്നും കൊള്ളൂല. അതിനൊന്നുള്ള ത്രാണിയില്ല. പിന്നെ ഇത്രയും വെപ്രാളപ്പെട്ട് വന്നിട്ട് ഇത് എന്നെ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കണോണ്ട് എനിക്കൊരു സംശയം. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഈ ബ്രോക്കർ കൊണ്ടുപോയിട്ട് ഈ പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെണ്ണ് കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞപ്പോ അതിന്റെ മുകളിൽ തൂങ്ങിയിരിക്കുക. എടാ ചെറുക്ക, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടും കൂടി പോകുമ്പോഴത്തേന് അച്ഛനും മോളുവാണെന്ന് ചോദിക്കും. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഈ വയസ്സാം കാലത്ത് അമ്മാവന് തോന്നിയ ഒരു ആഗ്രഹമല്ലേ, അത് നമ്മൾ മുടക്കി കഴിഞ്ഞാലേ ദൈവകോപം ഉണ്ടാവും. ഇതിനെ വല്ലയിടത്തും കൊണ്ടൊന്ന് കളയാൻ പറ്റുമോ നിനക്ക്? എന്ത് ദൈവകോപടി? ഇതൊരു നല്ല കാര്യമല്ലേ? ഒരു കണക്കിന് നമ്മൾ ആ പെണ്ണിനെ രക്ഷിക്കണം. കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അമ്മാവൻ തട്ടി വല്ലതും പോയാൽ ആ പെണ്ണ് വിധവയാവും. അപ്പൊ അതിന് നമ്മൾ ഇത് മുടക്കി കഴിഞ്ഞാൽ പെണ്ണ് രക്ഷപ്പെടില്ലേ? എങ്ങനെയാന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടക്കി തരുമോ? അമ്മ അറിയരുതിട്ടാ. അളിയാ, ഇങ്ങനെ ഈ കലക്കാനുള്ള കുരുട്ടു ബുദ്ധികളൊക്കെ ആദ്യം തെളിയ നിന്റെ തലയിലല്ലേ? ഇതെന്താ ഒന്നും തെളിയാത്തത്? ഞാനത് ആലോചിക്കണേ. എനിക്കൊരു ഐഡിയ ഉണ്ട്. വേണ്ട, അവള് പറയട്ടെ. വേണ്ടന്നേ. അവള് പറയണതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പറയട്ടെ. നമ്മുടെ തക്കിളിയില്ലേ, തക്കിളിയെ കൊണ്ട് അമ്മാവനോട് പറയിക്കണം. തക്കിളിക്ക് സ്കൂളിൽ പോകുമ്പോ നാണാവും, അതുകൊണ്ട് കല്യാണം കഴിക്കണ്ടെന്ന്. അപ്പൊ അമ്മാവൻ കേൾക്കും. ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്.
ഞാൻ ഈ വിഷയം നമ്മുടെ ഫാസിലിനോട് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു കേടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, പക്ഷെ ഇത് വർക്കൗട്ട് ആകുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. അളിയ ഐഡിയ പറ അളിയ, നമുക്ക് വർക്കൗട്ടൊക്കെ ഉണ്ടാക്കാം. അതായത് ഇത് പറ്റൂല്ലോ. കൊള്ളാം, ഇത് പറ്റും, ഇതേ പറ്റും. പക്ഷെ അവര് വിശ്വസിക്കുവോ? അളിയ ഇതിപ്പോ ഒരു സത്യമായിട്ടുള്ള കാര്യമായിട്ടല്ലേ തോന്നുന്നുള്ളൂ. ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിനായിട്ട് ഇപ്പൊ ഒരാളെ നമ്മൾ പറഞ്ഞു വിടുമ്പോ ആ ആളിന് 10,000-3,000 രൂപ കൊടുക്കണ്ടേ? അതവൻ കൊടുക്കും. പിന്നെ അവൻ കൊടുക്കും. എന്തേ? എന്തിനാ ഞാൻ കൊടുക്കണത്? അവനങ്ങ് പറഞ്ഞു വിട്ടാ പോരെ. അത് വേണ്ട, അവൻ കേസില് മറ്റേ പോസ്റ്റ്മാനാന്ന് അങ്ങനെ അവരറിഞ്ഞാലോ? പോസ്റ്റ്മാനോ? ഈ പോസ്റ്റിൽ കയറുന്ന ആൾക്കാരെ പിന്നെ പോസ്റ്റ്മാൻ. അയ്യേ, ലൈൻമാൻ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഏടി മന്തപ്പേ, അവ ഇവിടുത്തെ ലൈൻമാൻ അല്ലേ? ഇത് ശങ്കരമംഗലത്തല്ലേ? ശങ്കരമംഗലത്തുള്ള ആളുകൾക്ക് ഇവനെ അറിയോ? അറിയില്ല. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, ഇവിടെ ഉള്ളവർക്ക് പോലും അവനെ നേരെ അറിയില്ല. അറിയോ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്നേ. അമ്മ വന്നെന്താ? അമ്മ നല്ല അമ്മ Alien versus Alien.